ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ബസ്സിൽ യാത്ര ചെയ്യാൻ പോവാണ്. നമ്മൾ കോഴിക്കോട് നമ്മളെ റെനോൾട്ടിൻ്റെ ഷോറൂമിൽ നിന്ന് നമ്മുടെ കാറ് തിരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുറത്തിറങ്ങിയ പാട് തന്നെ നമ്മൾ JCB കാണുന്നത്. ഞങ്ങൾ ആ വഴി പൊളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചു. നേരെ കോട്ടയ്ക്കൽ ടൗണിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഓട്ടോ പിടിച്ചു. അപ്പോൾ കുഞ്ഞുവിനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവൻ എന്താണെന്നറിയില്ല, ഓട്ടോ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അന്ന് വണ്ടി കേടായ ദിവസം ഓട്ടോ കയറിയിരുന്നെങ്കിലും അന്ന് അവനത് അത്ര ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവനങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവനതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുടുകുടു കാറ്റൊക്കെ കൊണ്ട് എന്തൊക്കെയോ കുറേ കലകളാ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം സംസാരിക്കാനൊന്നും ആയിട്ടില്ല, പക്ഷേ വാക്ക് ക്ലിയർ അല്ലെങ്കിലും അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ. അങ്ങനെ കോട്ടയ്ക്കൽ വന്നു. ബസ് എത്തി. ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. സീറ്റുണ്ട്, പക്ഷേ ഒത്തിരി റഷൊന്നുമല്ല, എന്നാലും ഒത്തിരി ഫ്രീയും അല്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്ന്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. സൈഡ് സീറ്റിലായിരുന്നു ഞാനും കുഞ്ഞൂസും ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ യാത്ര തുടങ്ങി. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബസ്സിലെ യാത്ര ഇഷ്ടപ്പെട്ടു. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഷീറ്റിനും കമ്പിക്കൊക്കെ പിടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി. തീരെ ബഹളമൊന്നുമില്ലാതെ ഭയങ്കര, കാറിലിരിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് അവൻ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. ഇതൊരു ഇറിറ്റേഷനും ഇല്ലാതെ കൂളായിട്ട് സാർ അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഉറക്കമായി. പിന്നെ ഞാനങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറേ കാലത്തിന് ശേഷം ഞാനിന്ന് ബസ്സിൽ കയറുന്നത്. കാരണം നമ്മുടെ കൊറോണയുടെ ടൈമിൽ ആണ് ഞാൻ ബസ് പെർമനൻ്റായിട്ട് സത്യം പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഡെയിലി രാവിലെയും വൈകിട്ടും ബസ്സായിരുന്നു എൻ്റെ മെയിൻ സംഭവം. അങ്ങനെ ഇത് നമ്മുടെ മലബാർ ജ്വല്ലറിയുടെ മാനുഫാക്ചറിങ് ഷോറൂമായിരുന്നു. ഇത് ഞങ്ങൾ എന്നും വരുമ്പം കാണാറുള്ളൊരു ബിൽഡിങ്ങാണ്. എന്തിൻ്റെ ആണെന്നറിയില്ല, വലിയൊരു തോതിൽ മതിലൊക്കെ കെട്ടിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ എൻട്രൻസാണ് ഇത് വരുന്നത്. ഇനി വല്ല ഹോസ്പിറ്റലോ IT പാർക്കോ എന്താണെന്നൊരു പിടിയില്ല. ഞങ്ങൾ എന്നും ഇത് എന്താ എന്ന് നോക്കും. ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാറുമില്ല. ഇന്ന് ബസ്സിലായതുകൊണ്ട് കുറച്ചും കൂടെ ക്ലിയർ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാച്ചനും കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ എനിക്കത്ര ഉറക്കമൊന്നും വന്നില്ല. എനിക്ക് എന്താ അറിയില്ല, അങ്ങനെ പണ്ടത്തെ ഓർമ്മകളൊക്കെ, പണ്ട് സ്കൂളിൽ പോയതും നമ്മൾ ഓഫീസിലോട്ട് ഡെയിലി പോയി വരുന്നു, അങ്ങനെ ഓർത്തോർത്ത് നമ്മളങ്ങനെ കോഴിക്കോടെത്തി. നമ്മുടെ കോഴിക്കോട് ലുലു മോളാണ്. എന്തുകൊണ്ടോ ഇതുവരെ എനിക്കിവിടെ പോകാൻ പറ്റിയിട്ടില്ല. പുറത്തുനിന്ന് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയാണ് കാണുന്നത്. പുറത്തുനിന്നാണെങ്കിലും അങ്ങനെ കാണാൻ പറ്റാറില്ല. കാരണം നമ്മൾ ബൈപ്പാസിനാണല്ലോ പോക്കും വരവും. ഈ ഒരു ഏരിയ ടച്ച് ചെയ്യാറില്ല. ഇത് നമ്മുടെ മാങ്കാവ് ജംഗ്ഷനിലാണ് വരുന്നത്. അത്യാവശ്യം വലിയ ഷോറൂമാണ്. കൊള്ളാം, കണ്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതുവരെ പോയിട്ടില്ല, ഒരു ദിവസം പോകണം. എപ്പോഴും അവിടെ തിരക്കായിരിക്കും, ആ റോഡിൽ ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ കേട്ട് തുടക്കത്തിൽ അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഇത് നമ്മളെ വിംസ്. ഇവിടെയും കുറേ മുമ്പ് ആരുടെയോ കുഞ്ഞുണ്ടായപ്പോൾ കാണാൻ വേണ്ടി പോയതാണ്, പിന്നെ പോയിട്ടില്ല. സത്യത്തിൽ നല്ല ഭംഗിയുണ്ട്. ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനാണെങ്കിൽ ബസ്സിലിപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം കയറിയതുകൊണ്ട് എനിക്കെന്തോ ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ നിറയെ ചെടി വെച്ചിട്ടുണ്ട്. കോഴിക്കോടൊന്ന് മനോഹരമാക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ബോഗൺവില്ലയുടെ സീസണാണല്ലോ, നന്നായിട്ട് പൂവിടുന്ന സമയം. അതുകൊണ്ട് തന്നെ സൈഡിൽ ചട്ടിയിൽ ആ ഒരു പൂവ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പറഞ്ഞ് നമ്മൾ ഏകദേശം കോഴിക്കോട് സ്റ്റാൻഡിലോട്ട് എത്താറായിട്ടുണ്ട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലൊക്കെ നിയർ ബൈ ആയി എത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഡെലിവറി അവിടെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ പുതിയ സ്റ്റാൻഡിലോട്ട് കടന്നു. നേരെ പുതിയ സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൊട്ട വെയിലാണ്. പൊട്ട വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തിപ്പോകുന്ന ടൈപ്പ് വെയിലാണ്. എന്തായാലും ഈ വെയിലത്തിന് കുറച്ചൊന്ന് നടക്കണം. കാരണം നമ്മുടെ വണ്ടിയുടെ ഷോറൂം, അതായത് റെനോൾട്ടിൻ്റെ ഷോറൂം ഇരിക്കുന്നത് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ വരെ നടക്കേണ്ടി വരും. അവിടെ വരെ ഓട്ടോ വിളിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കയ്യിലാണ് ഒത്തിരി ബാഗൊക്കെ ഉണ്ട്. കുഞ്ഞൂസ് എൻ്റെ കയ്യിലായിരുന്നു, ബാഗ് എല്ലാം ചാച്ചൻ്റെ കയ്യിൽ. കുഞ്ഞൂസിനാണെങ്കിൽ ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് അതിനേക്കാളും വലിയ അത്ഭുതം. മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും നോക്കുന്നുണ്ട്, മുകളിലോട്ട് നോക്കുന്നുണ്ട്. എന്താ ഇതിപ്പോൾ സംഭവം, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് മുന്നേ ബസ് കയറാറുള്ള പുതിയ സ്റ്റാൻഡിൽ നിന്നായിരുന്നു. സ്റ്റാൻഡിൽ വന്നിരുന്ന സീറ്റ് കിട്ടും. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങി സ്റ്റാൻഡിൽ വന്നിട്ട് സൈഡ് സീറ്റ് പിടിച്ച് ഹെഡ്സെറ്റിൽ പാട്ടും വെച്ച് അങ്ങനെ രസമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. കൊറോണ വന്നപ്പോൾ അതൊക്കെ നിർത്തി. ഞങ്ങൾ പൊടി തട്ടിയെടുത്ത് വണ്ടി ഓടിച്ചു തുടങ്ങി. 2 വീലർ ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ അതാണല്ലോ നല്ലത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കയറി കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു.
കുഞ്ഞുവിനും ആ ചേട്ടൻ കരിമ്പ് ജ്യൂസ് ഫ്രഷ് ആയിട്ട് ഐസൊന്നും ഇടാത്തത് തന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങി നടന്ന് നേരെ റൊണോൾട്ടിലെത്തി. നേരെ സർവീസിൻ്റെ അവിടെയുള്ള ക്യാബിനിൽ കയറി അവിടെ ലോഞ്ച് ഉണ്ട്, കസ്റ്റമർ കെയർ ലോഞ്ച് കയറിയിരുന്നു. അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്തോ ലഞ്ച് ബ്രേക്കോ മറ്റോ ആണ്, അപ്പോൾ അവരൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കുന്നു. വന്നിരുന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഞങ്ങൾ 3 പേരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവിന് പിന്നെ ഞാൻ സ്വതവേ എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും കുറച്ച് ഫുഡ് എന്തെങ്കിലും കരുതും. ഇന്നും മൊബൈസിലെ കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചപ്പോഴേക്കും അവൻ കളി തുടങ്ങി. ഏത് സ്ഥലത്തിൻ്റെ ആണെങ്കിലും ഡോറ് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഡോറിൽ തട്ടിമുട്ടി അത് തുറക്കാനോ അടയ്ക്കാനോ ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവർ വന്ന് പറഞ്ഞു വണ്ടി റെഡിയായിന്ന്. വണ്ടി ഇതോ നല്ല കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായിട്ട് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ ചുറ്റുപാടും സൂക്ഷ്മ നിരീക്ഷണമായിരുന്നു ചാച്ചൻ്റെ വക. എല്ലാം ശരിയായിട്ടില്ലേ, എവിടെയെങ്കിലും പൊട്ടുണ്ടോ പൊടിയുണ്ടോ. പിന്നെ ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്ന് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയി തിരിച്ചു വന്ന് ജസ്റ്റ് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. നമ്മൾ വണ്ടി എടുത്ത് റിട്ടേൺ പോകും. ഞങ്ങളുടെ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിക്കകത്തോട്ട് വെച്ചു. നേരെ ഞങ്ങൾ വണ്ടി എടുത്തു തിരിച്ചിനി പോവുകയാണ്. ഇനി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്, അതും കൂടെ കഴിഞ്ഞ് നേരെ കോട്ടയ്ക്കിലേക്ക് തന്നെ റിട്ടേൺ പോവുകയാണ്. വണ്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വണ്ടി ഏതാണ്ട് പുതിയ വണ്ടിയാക്കി തന്നു. താങ്ക് യു റെനോൾട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ഞങ്ങളെ വീട്ടിലോട്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.